ഞാൻ ചെയ്തത് ബ്രസ്റ്റ് സർജറി മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഡൗൺ സർജറി മാത്രമാണ് ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ് ഉണ്ടെങ്കിൽ പറയേ നിങ്ങൾ ചെയ്ത സർജറിയെ കുറിച്ച് പറയുന്നിട്ട് നിങ്ങൾ പുഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ജാസി ചെയ്ത സർജറി എന്താണെന്നും ജാസി ചെയ്ത സർജറികൾ എന്താണെന്നും ജാസിനെ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ഇത്ര മനപ്പെടുന്നത്? ചില ആൾക്കാർ കേട്ടോ. അതുപോലെ ഞാൻ ചെയ്ത റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നു. ഞാൻ റെനെ മെഡിസിറ്റിക്കെതിരെ കംപ്ലൈന്റുമായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ ഒഫീഷ്യലി ഡോക്ടറിനെ വിളിച്ച് ഡോക്ടറിനും ഡോക്ടറുടെ അസിസ്റ്റന്റിനെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ രേണുസുതി അല്ലെങ്കിൽ ജാസി എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. കാര്യം ഇവർ രണ്ടുപേരുമാണ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി പഴയ ആ ഒരു റീച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും രേണുസുതി എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ജാസി. കാര്യം ജാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ഉണ്ടല്ലോ, ഇവന് സത്യം പറഞ്ഞാൽ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരുത്തനാണ്. ഞാൻ ഇത്രയും നാൾ വളരെ മാന്യമായിട്ടൊക്കെയാണ് ജാസിയുടെ വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ജാസി എന്താണ് സംസാരിക്കുന്നതെന്ന് അവന് തന്നെ ബോധമില്ലാതെ മാറിയിരിക്കുവാണ്. ഇന്ന് ജാസിയുടെ യൂട്യൂബ് ചാനലിനകത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങളാരും കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ വയ്ക്കാം. ആൾക്കാർ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കേട്ടല്ലേ, ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവൻ്റെ എന്ത് നല്ലൊരു ക്വാളിറ്റി കണ്ടിട്ടാണ് നിങ്ങൾ ഇവനെ പോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിവാദം ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ പറയുന്ന ഡയലോഗ് കണ്ടില്ലേ, ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന്. പിന്നെ എന്തിനാണ് നീ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടത്? ആ വീഡിയോ ഏകദേശം 5.8 മില്യണോ സംതിങ് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ വാക്കിനെക്കാട്ടിയും മൂർച്ചയുള്ള കത്തി ഡോക്ടർ വയ്ക്കുന്ന കത്തിക്കില്ലെന്നങ്ങാണ്ട് പറഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെ സർജറി ചെയ്തത് നാട്ടുകാരെ അറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവൻ മിണ്ടാതെ വീട്ടിൽ കുത്തിയിരിക്കണം. അല്ലാതെ ഇല്ലാത്ത ഒരു സർജറിയുടെ പേരും പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത്, ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ ജാസി വേറെ എന്തിനാണോ ചെയ്തത്, താല്പര്യമില്ല എനിക്ക് പറയാൻ. അത് ഞാൻ വളരെ എന്താ പറയാ, എൻ്റെ ലൈഫിൽ വളരെ ഒരു റെസ്പെക്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ അതേപോലെ തന്നെ വെക്കുന്നു. പിന്നെ എന്തിന് ഇത്രയും ജനങ്ങളെ പൊട്ടന്മാരാക്കി? ഇവിടെ എന്തെല്ലാം വിവാദമായിരുന്നു. പുതിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. റെനായി ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റലുകാരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവൻ കേസ് കൊടുക്കുന്നതിനെക്കാട്ടി മുന്നേ അവരാണ് ഇവൻ്റെ പേര് കേസ് കൊടുക്കേണ്ടത്. കാര്യം ആ ഹോസ്പിറ്റലിൻ്റെ പേരെ ചീത്തപ്പേരുണ്ടാക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന ജാസി. എന്നിട്ട് വന്നിരുന്നിട്ട് ന്യായീകരിക്കുവാണ്. അല്ലെങ്കിൽ ഇവിടെ എത്രയോ ട്രാൻസുകൾ ഒന്നെങ്കിൽ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോട്ടം സർജറി ചെയ്തിട്ടുണ്ടാവും. ഇതിലിവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും? എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി. എന്തിന് നാദരയുടെ കേസ് എടുക്കാം. നാദര പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ടോപ്പ് സർജറി ചെയ്തിട്ടുള്ളതെന്ന്. ഡൗൺ സർജറി ചെയ്തിട്ടില്ല, ഞാൻ ടോപ്പാണ് ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസിനകത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ യവൻ അറിയാം യവൻ ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ചുമ്മാതെ കിടന്ന് അങ്ങ് മെഴുകുവാണ്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ജാസി ഒരു സർജറിയും ചെയ്തിട്ടില്ല. ജാസിക്ക് വേറെ എന്തോ അസുഖമായിട്ട് ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാ. അല്ലെങ്കിൽ ഇത്രയും വിവാദമായ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്ത് കാണിക്കത്തില്ലേ? ഇത് ചുമ്മാതെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയതാണ്. അത് വിശ്വസിക്കാനായിട്ട് കുറെ വിവരം കെട്ട ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചെയ്തത് ബ്രസ്റ്റ് സർജറി മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഡൗൺ സർജറി മാത്രമാണ് ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ് ഉണ്ടെങ്കിൽ പറയേ നിങ്ങൾ ചെയ്ത സർജറിയെ കുറിച്ച് പറയുന്നിട്ട് നിങ്ങൾ പുഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ജാസി ചെയ്ത സർജറി എന്താണെന്നും ജാസി ചെയ്ത സർജറികൾ എന്താണെന്നും ജാസിനെ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ഇത്ര മനപ്പെടുന്നത്? ജാസിയുടെ സർജറി അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യർക്കും താല്പര്യമില്ല. പക്ഷേ ജാസി അനാവശ്യമായിട്ട് ഇവിടെ ഒരു വിവാദം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു സോഷ്യൽ മീഡിയയിൽ. ജാസിക്ക് ഇത് പേഴ്സണലി പറയാൻ, ജാസിക്ക് ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ താല്പര്യമില്ലെങ്കിൽ ജാസി ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടരുത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കാണും. പല രീതിയിൽ ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കും. പിന്നെ നിനക്ക് എന്ത് ഉളുപ്പുണ്ട് നിനക്ക് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്? നീ എന്തോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്? ഇത്രയും വിവാദം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തിനാണ് അറിഞ്ഞിട്ട്? ഇതിപ്പോൾ നമ്മുടെയൊക്കെ മണ്ടയിലോട്ടാണ് കയറുന്നത് ആൾക്കാർ കേട്ടോ. അതുപോലെ ഞാൻ ചെയ്ത റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നു. ഞാൻ റെനെ മെഡിസിറ്റിക്കെതിരെ കംപ്ലൈന്റുമായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ ഒഫീഷ്യലി ഡോക്ടറിനെ വിളിച്ച് ഡോക്ടറിനും ഡോക്ടറുടെ അസിസ്റ്റന്റിനെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് ജാസി മാഡം വന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇവിടുന്ന് അങ്ങനെ ഒരു ഇത് പോയിട്ട് ആ ഹോസ്പിറ്റലിൽ വിളിച്ച വ്യക്തി ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടൻ എന്തിൻ്റെ പേരിലാണ് വിളിച്ചത്? ഇവൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇവൻ പൂർണ്ണമായ സ്ത്രീയായി എന്നൊക്കെയുള്ള രീതിയിൽ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് സംശയമായി. കാര്യം സർജറി എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കുന്ന യവൻ എങ്ങനെ സർജറി ചെയ്തു എന്നുള്ളൊരു ചോദ്യമായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു സംശയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബൈജു ചേട്ടൻ
ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടുള്ളത്. അന്നേരം ഹോസ്പിറ്റലുകാർ എന്താ പറഞ്ഞത്? അവിടെ ബോട്ടം സർജറി ചെയ്യത്തില്ല എന്ന്. ഇപ്പോൾ ഇവൻ പറയാം ഹോസ്പിറ്റലുകാരുടെ പേര് കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന്. ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ വേണ്ടത്? ഇവന് കൊടുക്കാനുള്ളത് എന്തായാലും ഹെലൻ്റെ വായിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കുറഞ്ഞു പോയത്. ഇന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവനെ വിളിക്കേണ്ട വിളി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു നാണോ മാനോ ഇല്ലാതെ വീണ്ടും വീണ്ടും വന്നിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുക. അതായത് കള്ളത്തരങ്ങൾ വിളിച്ച് പറയുവാണ് ഇവൻ വന്നിരുന്നിട്ട്. അവരെ വിത്ത് പ്രൂഫുള്ള വീഡിയോസ്, കാരണം അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് സംസാരിക്കുന്ന വിത്ത് പ്രൂഫുള്ള വീഡിയോസ് ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ സേവ് ചെയ്ത് വെച്ച് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതിന് നല്ലൊരു നടപടി തന്നെ ഞങ്ങൾ എടുത്തോളാം. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ജാസി വന്നത് അവിടെ വേറെ എന്തോ സർജറിക്കാണ്, അല്ലെങ്കിൽ വേറെ എന്തോ അസുഖത്തിന് മരുന്ന് വാങ്ങാനാണ്, ജാസി ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ റെനെ മെഡിസിറ്റിക്കെതിരെ ഞാൻ എന്നെ ജാസി ഒരു സർജറിയും ചെയ്തിട്ടില്ല, ജാസി ഇതാണെന്ന് പറഞ്ഞാൽ ആ വോയിസ് ക്ലിപ്പ് ഇറക്കിയത് ആരാണോ, അല്ലെങ്കിൽ റെനെ മെഡിസിറ്റിക്ക് ഒരാൾ വിളിക്കുമ്പോൾ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങള് അങ്ങ് പറയാണ്. അത് ഇവന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കേസ് കൊടുത്തേ, ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട്, അതായത് വന്നിരുന്നിട്ട് പെണ്ണായെന്നും പറഞ്ഞിട്ട് വന്നിരുന്ന ഒരു വീഡിയോ കാണിച്ച് അതായത് ഒരു ഉടായ്പ് വീഡിയോ എടുത്ത് വെച്ചിട്ട് ആ ഹോസ്പിറ്റലുകാരുടെ പേരിൽ കേസ് കൊടുക്കുന്നു. ഇതിപ്പോൾ ഹോസ്പിറ്റലുകാർ ഇവന്റെ പേര് ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുത്ത് കാണും. അതുകൊണ്ടായിരിക്കും ഇവൻ നൈസായിട്ട് പ്ലേറ്റ് മാറ്റിയിട്ട് ഹോസ്പിറ്റലുകാർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പോകുന്നത്. ഇവൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കുറേ ആൾക്കാർ ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇവൻ്റെ പേര് നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന് നിൽക്കക്കള്ളി ഇല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ആ വോയിസിലുണ്ട് റെനെ മെഡിസിറ്റിയിൽ ജാസിമ ചെയ്ത സർജറി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇവിടെ ഡൗൺ സർജറി ഇല്ല. നോട്ട് എ പോയിന്റ്, ഡൗൺ സർജറി ഇല്ല. റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ചെയ്ത ട്രാൻസ് വുമൻസിനെ എനിക്കറിയാം. അപ്പോൾ ഇവിടെ പണ്ട് ഈ പറയുന്ന ഡൗൺ സർജറി ചെയ്തിട്ടുണ്ട്. പിന്നെ അനന്യയുടെ ഇഷ്യൂയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ ഡൗൺ സർജറി ചെയ്യുന്നില്ല കുറച്ച് നാളുകളായിട്ട്. അതല്ലേ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇവൻ എന്തു ഈ ബന്ധമെന്ന് വിളിച്ച് പറയുന്നത്? ഇവൻ എന്തു പിന്നെ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? അതിനൊക്കെ ഇവൻ്റെ ഏതൊരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ട് ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളല്ലെന്ന്. പിന്നെ എന്തിനാണ് ഇവ ഈ ട്രാൻസ് കാർഡ് എടുത്തുകൊണ്ട് നടക്കുന്നത്? ഇവർ പരസ്പര ബന്ധമില്ലാതെയാണ് ജാസി വന്നിരുന്ന ഓരോ കാര്യങ്ങളും വിളിച്ചു പോകുന്നത്. റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല എന്ന് പറയുമ്പോൾ റെനെ മെഡിസിറ്റിയിലെ ഡൗൺ സർജറി ചെയ്ത ട്രാൻസുകൾ ഫുൾ സർജറി ചെയ്തവരല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയണമായിരുന്നു ഇവിടെ ഡൗൺ സർജറി ഉണ്ടായിരുന്നു മുന്നേ അനന്യ അലക്സിന്റെ ഇഷ്യൂ കൂടിയിട്ട് അത് ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഡൗൺ സർജറി ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഡൗൺ സർജറി ചെയ്യാണ്ട് ബ്രസ്റ്റ് സർജറി മാത്രം ചെയ്ത് നടക്കുന്നവരല്ലേ പുറത്തുള്ള ആൾക്കാർ വിചാരിക്കുക? ആണോ അല്ലേ നിങ്ങൾ പറ. അപ്പൊ ഡൗൺ സർജറി ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് ഇല്ല, കുറച്ച് ഇഷ്യൂ കാരണം ഡൗൺ സർജറി ഇല്ല എന്നുള്ള ആ ക്ലാരിറ്റിയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ ഡൗൺ സർജറി ഇല്ല എന്ന് പറഞ്ഞ ആ റിസപ്ഷനിസ്റ്റ് ആരാണ്? റെഡി ആയിക്കോളൂ, വരാം. പിന്നെ അതവിടെ നിൽക്കട്ടെ. നീ കടന്ന് പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചു കൂട്ടിയ കുറെ കോപ്രായങ്ങളുണ്ടല്ലോ, അതിനാദ്യമേ വന്ന് പരിഹാരം പറ. റിസപ്ഷനിൽ ഇരിക്കുന്ന അവരെ അങ്ങ് പിടിച്ചു അങ്ങ് മുക്കി കയറ്റുമെന്ന്. ഇതൊക്കെ കേട്ടിട്ടൊന്നും ഒരു മനുഷ്യർക്കൊന്നും പ്രതികരിക്കാനില്ലേ? എനിക്ക് അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുവാണ്. ഞാൻ ഈ കണ്ടിന്യൂസ്ലി ഈ ഒരു ജാസിയായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവൻ കിടന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ഇവൻ മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേരിലാണ് ഞാൻ ഇവനെ പറ്റിയിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർ എന്താ പറഞ്ഞത്? അവിടെ ബോട്ടം സർജറി ഇല്ല എന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ? പിന്നെ എന്താ പ്രശ്നം? ഇവന് സത്യം പറഞ്ഞ് ഇവൻ്റെ കള്ളത്തരം പൊളിഞ്ഞ്. അപ്പോൾ ഇവന് പിടിച്ച് നിൽക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ വ്യക്തി പൊക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ വ്യക്തിനോടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മോളെ, എനിക്ക് പേഴ്സണലിനോട് ഒരു ഗ്രഡ്ജും ഇല്ല, ഒരു ദേഷ്യമില്ല. നീ ഫ്രണ്ട്ഷിപ്പ് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ തീർന്നു അവിടെ പ്രശ്നം. പക്ഷെ നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ പൊക്കി കാണിച്ചു എന്നുള്ളത്. ഞാൻ എന്താ പൊക്കി കാണിച്ചത്? ഇത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പടച്ച റബ്ബ് സത്യം ഞാൻ പറയാം. ഞാൻ ഈ കുട്ടീനെ ഞാനാണ് വിളിച്ചത്. ഈ കുട്ടി എൻ്റെ നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ വിളിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റീൽസിന് വന്ന് ലൈക്ക് അടിച്ച വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല, അത് അറിയില്ല. ഓക്കെ, സാധാരണ എല്ലാ റീലിനും ചില ആൾക്കാർ ലൈക്ക് അടിക്കും എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോടെ യോജിക്കുന്നു എന്നല്ല അതിനർത്ഥം. ഹെലനെ സംബന്ധിച്ച് ഹെലൻ എല്ലാ റീൽസിനും ലൈക്ക് അടിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഹെലൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നും പറഞ്ഞിട്ട് ഹെലൻ അവരുടെ ഫോട്ടോ ലൈക്ക് അടിക്കാതിരിക്കുകയോ അവരുടെ റീൽസ് ലൈക്ക് അടിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ അനാവശ്യമായിട്ട് ഈ ഒരു വിഷയം വേറെ രീതിയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുവാണ്. മനസ്സിലായോ?
നീ ഇവിടെ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിളിച്ചിട്ട് തുണി മാറ്റി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയുള്ളൊരു ഏർപ്പാടാണോ? പോരാത്തതിന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് മാടായ കോട എന്നൊക്കെ പറയുന്നത്. നല്ലൊരു ഫ്രണ്ട്സ് ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ പോയിട്ട് അവരുടെ കൂട്ടുകാരെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കത്തില്ല. നീ എന്തായിരുന്നു ചെന്ന് പറഞ്ഞത്? ഹെലൻ ഭർത്താവിൻ്റെ ഫോട്ടോ കാണിക്കാൻ മടിക്കുന്നു, 1 മില്യൺ വ്യക്തി എന്നെ വിളിച്ച് എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതാണ്. എന്തോരം കള്ളത്തരമായിരുന്നു നീ വന്ന് പറഞ്ഞത്? അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയാണ് മോളെ, എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല, പക്ഷെ സത്യങ്ങൾ ഇത് അറിയണം. നീ പൊക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് റോങ് ആയിപ്പോയി. കാരണം ഞാൻ നിനക്ക് പൊക്കിയിട്ടല്ല കാണിച്ചു തന്നത്. ഞാൻ ബെഡിൽ കിടക്കായിരുന്നു. കാരണം എന്റെ സർജറി കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ റൂമിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ സർജറി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് നീ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിത്ത് എന്റെ സ്റ്റിച്ചിലുള്ള പേഡ്, വൈറ്റ് പേഡ് അല്ലെ, അതടക്കം എന്റെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും 2 വീക്ക് കഴിഞ്ഞാണ് ഡോക്ടർ ഞാൻ വീണ്ടും കാണാൻ വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഇത് ഊരാനും വിത്ത് അതിനുള്ളിൽ വല്ല പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് ഡോക്ടർ എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ടായിരുന്നു. അതാണ് എത്ര ക്ലാരിറ്റി ആയിട്ട് ഇത് പറയാൻ കാരണം. അപ്പൊ ആ സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടന്നിട്ട് ഇവിടെ ഈ ബെഡിൽ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ചിങ്ങനെ എണീറ്റ് നിന്നിട്ട് ഇവിടെ ഒരു തലയാണ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ വാട്സപ്പ് കോൾ സംസാരിക്കുമ്പോൾ നോർമൽ കോൾ ആയിരുന്നു, വീഡിയോ കോൾ അല്ല. നോർമൽ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, മോളെ എന്താണ് നിങ്ങളൊന്നും വിശ്വസിക്കാത്തത്? അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും വലിയൊരു പ്രോസസ്സ് സർജറി ചെയ്യുന്ന പെയിനും അനുഭവിച്ച് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ സർജറി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പേഴ്സണലി നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം. ഞാൻ അവിടെ പോയിട്ട് ഞാൻ റെനിമെഡിസിറ്റി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ശരീരഭാഗങ്ങൾ ഞാൻ വെട്ടി മുറിച്ചിട്ടത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് കയറ്റി വെച്ചത്. ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചെയ്തത്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതല്ല. ഇതിങ്ങനെ കേട്ടുമ്പോൾ എനിക്ക് സഹിക്കാണ്ട് മുണ്ടാണ്ടിരിക്കാൻ. അപ്പൊ അതെനിക്ക് പേഴ്സണൽ വിഷമമുണ്ടായിരുന്നു. കാരണം നമ്മൾ കാശും കൊടുത്ത് ഇത്രയും വേദന സർജറി ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ അപ്പൊ കോളാണ്, അതും വാട്സപ്പ് കോളാണ്. ഈ കുട്ടി റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പിന്നെ അനന്തർ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അത് എനിക്കറിയില്ല കേട്ടോ, എനിക്കത് അറിയില്ല. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ സർജറി ചെയ്തതാണ്, ഞാൻ സർജറി കഴിഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലാണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പൊ എന്നോട് ആ കുട്ടി വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു നുണയല്ല പറയുന്നത്, വേണമെങ്കിൽ എനിക്ക് ഇവിടെ നുണ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ടാണ് പറഞ്ഞത്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ പുറത്താണ്, എനിക്ക് കാണണ്ടാന്ന്. അത് കേട്ടല്ലോ, കാണണ്ട എന്ന ഒരു വ്യക്തി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നീ എന്തിനെ കാണിച്ചു കൊടുത്തു? ഇത്ര മാത്രം എനിക്ക് കേട്ടാൽ മതി. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുവാണ് എനിക്ക് കാണാൻ താല്പര്യമില്ല, അന്നേരം പിന്നെ നീ നിർബന്ധിച്ച് മോളെ നീ ക്യാമറ ഓണാക്കണ്ട, ഞാൻ ക്യാമറ ഓണാക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് തുണി മാറ്റി കാണിച്ചു കൊടുക്കുന്നത് ശരിയുള്ളൊരു ഏർപ്പാടാണോ അല്ലയോ? അതിന് നീ എനിക്കൊരു ആൻസർ താ. ജാസി, നീ ചെയ്തത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. നീ ഇപ്പോൾ ആണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുത്താലോ നീ പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലോ അത് ശരിയല്ല. ഒരാളുടെ കൺസെൻറ്റോടെ കൂടിയിട്ടേ നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാവൂ. ഇപ്പോഴും നീ ഇതിനെ വന്നിരുന്ന് ന്യായീകരിക്കുവാണ് യാതൊരു ഉൾപ്പുമില്ലാതെ. നിനക്ക് ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു നിമിഷം വരെ നിനക്ക് വെച്ചിട്ടില്ല. നീ ഹോസ്പിറ്റലുകാരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോകുന്നത്, അവർ നിൻ്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നീ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് നീ ചിന്തിക്കുന്നുണ്ടോ? സോ അതുകൊണ്ട് നീ ആദ്യം സ്വന്തമായിട്ട് നിൻ്റെ തെറ്റെന്താണെന്ന് നീ വിലയിരുത്ത്. ഹെലൻ എന്തായാലും വന്ന് ചെറിയ വിളിച്ചതിനകത്ത് യാതൊരു തെറ്റുമില്ല. നീ അത് 100% ഡിസേർവിങ് ആണ്. ഹെലൻ പറഞ്ഞേക്കുന്നതിനകത്ത് ഒരു രീതിയിലും ഒരു കള്ളത്തരമില്ലെന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ. ഇവൻ പലയിടത്തും പോയി പല മീഡിയക്കാർക്ക് ഓരോരോ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, പിന്നെ വേറെ കുറേ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ പിടിച്ചു നിർത്തി ഇവൻ സംസാരിക്കുന്നു. അതായത് ജാസിയെ ഭയങ്കര രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. കാര്യം ജാസിയുടെ ഒരു റിയൽ ഇമേജ് എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. നീ സ്റ്റിൽ ഇപ്പോഴും വന്നിരുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് നേടും? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്ത് നേടാനാണ് നീ ഇങ്ങനെ വന്നിരുന്ന കള്ളത്തരം പറയുന്നത്? എന്തായാലും ഇതൊക്കെയാണ് സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.